കൂട്ടുകാരി ഒടുവിൽ നമ്മുടെ ജാനകി പടിയിറങ്ങേണ്ടി വരുന്നു. അതേ പ്രേക്ഷകർ നമ്മുടെ അഭി കടുപ്പിച്ച് പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഇതുമൂലം ഈ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടായാൽ പിന്നെ ഞാൻ നിന്നോട് സംസാരിച്ചെന്ന് വരില്ല എന്ന് കടുത്ത ഭാഷയിൽ ഉറച്ച മനസ്സോടെ നമ്മുടെ അഭി ജാനകിയോട് പറയുന്നുണ്ട്. ജാനകി കേട്ട് ഞെട്ടി നിൽക്കുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ നിരഞ്ജന ആ ഒരു ഇവരുടെ അജയുടെയും അപർണയുടെയും കല്യാണത്തിൻ്റെ ആ ഒരു മഞ്ഞൾ കല്യാണത്തിന് അന്ന് വന്ന്, പക്ഷേ നമ്മുടെ അപർണയ്ക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ അഭിക്കും ജാനകിക്കും മനസ്സിലായത് നിരഞ്ജനയാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അജയ് പണ്ട് സ്നേഹിച്ചിരുന്ന പെണ്ണാണെന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെ മഞ്ഞളൊക്കെ ഇവരെ തൊടിയിക്കുന്നൊരു രംഗമൊക്കെ ഇവരിങ്ങനെ ഓർക്കുക, ഇവരിങ്ങനെ കാണുക, കണ്ടു നിൽക്കുക. എന്നാലും എന്തൊരു ഭയങ്കരം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അഭി ഇങ്ങനെ പറയുക, ഈ കല്യാണം എന്തായാലും തകരും, ഉറപ്പാണ്, ഈ കല്യാണം മുടങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി ഇങ്ങനെ ഉറച്ചു പറയുന്നുണ്ട്. ഇവിടെ എങ്ങാനും ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ നിന്നോട് സംസാരിച്ചെന്ന് വരില്ല എന്നൊരു ജാനകിയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ജാനകി അധികമായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയായിട്ട് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ഈ ഒരു കല്യാണത്തോടു കൂടി നമ്മുടെ ജാനകിക്ക് പടിയിറങ്ങേണ്ടി വരും എന്ന് തന്നെയുള്ള ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ എങ്ങനെയൊക്കെ മറിയുമെന്ന് അറിയാനായിട്ട്. ആ വീട്ടിൽ നമ്മുടെ നിരഞ്ജനയാകുമോ അപർണയാകുമോ മരുമകളായി വരുന്നത് കാത്തിന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.